എന്താണ് കരാട്ടെ? സൂപ്പർ. അതറിയായിരുന്നെങ്കിൽ വിവേകേട്ടൻ ഈ പണിക്ക് വരുമായിരുന്നു. കരാട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, അത് ആൻസർ പറഞ്ഞുതരാം. എല്ലാവരും അറിയണം. അതെ, കറക്റ്റ്, എല്ലാവരും അറിയണം. കരാട്ടെ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെറും കൈ, എംപ്റ്റി ഹാൻഡ്, വെറും ഒഴിഞ്ഞ കൈ, ആയുധങ്ങളൊന്നുമില്ല. ഇതിനെയാണ് പറയുന്നത് കരാട്ടെ. ഇതിന്റെ പേരാണ്. നമ്മുടെ ആയുധമാണ് കൈയും കാലും. അതാണ് കരാട്ടെ. ഈ കരാട്ടെ എന്ന് പറയുന്നത് അത് ഏത്, അതായത് ജപ്പാൻ വേർഡ്സ് ആണ്. ഓക്കെ. ആ ക്ലാസ് എടുക്കുന്നതും എല്ലാം ജപ്പാൻ വേർഡ്സിലാണ്. അതിപ്പോ നമ്മളിവിടെ സ്കൂളുകളിലൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇംഗ്ലീഷിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെ ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ബ്ലോക്ക് ചെയ്യുക, തിരിച്ച് പഞ്ച് ചെയ്യുക, തിരിച്ച് അറ്റാക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ നമ്മൾ ആദ്യം ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അത് എക്സസൈസ് ചെയ്ത് ബോഡി നല്ല സ്ട്രോങ് ആക്കണം. അതാണ്. അത് കഴിഞ്ഞാൽ കൈവഴക്കം വന്നാൽ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരാള് ആക്രമിക്കുന്നു, ഇടിച്ചോളൂ, ഒരു ഇടി ഇങ്ങനെ ഇടിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് പലതരത്തിൽ ബ്ലോക്ക് ചെയ്യാം. ഫസ്റ്റ് ഇതാ 1, അത് ബ്ലോക്ക് ചെയ്യാം. ആ ബ്ലോക്ക് ചെയ്ത അപ്പൊ തന്നെ 2. അതാണ്. അതേപോലെ തന്നെ വീണ്ടും ചെയ്യും. ഇതാ ഇത് ഇടിക്കുന്നത് ഇവിടേക്കാണ്, ഇവിടെ വരും. ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെയല്ല, അത് തിരിച്ചും ചെയ്യാം, അപ്പോഴും ചെയ്യാം. മനസ്സിലായി? പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒരൊറ്റ കാര്യം, ഇത് ഇങ്ങനെയും ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇടിക്ക് നമ്മൾ നിൽക്കില്ല, തിരിഞ്ഞ ഒറ്റ ഓട്ടം. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരു സെൽഫ് ഡിഫൻസ് ആണ്. അതായത് ഇപ്പോൾ നടന്നു വരുന്ന അക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ആയോധന കല, അതാണ് ഇതിന്റെ മെയിൻ എയിം. ഇപ്പോൾ ഡബിൾ അറ്റാക്ക്, 1 2 3. അതുപോലെ നമ്മുടെ മനസ്സും അത്രയും കട്ടിയാണ്. കാരണം ഈ ആയുധം കൊണ്ടുള്ള ആളെ നേരിടാനായിട്ട് നമ്മുടെ മനസ്സും അത്രയും കട്ടിയാണ്. അത് പഠിക്കാത്ത ഒരാൾ ആയുധം കൊണ്ടുവരുമ്പോൾ പിന്നാക്കം മാറും. പക്ഷെ പഠിച്ചിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ കേറിയിട്ടാണ് ബ്ലോക്ക്. അത് വരും എന്നറിഞ്ഞുകൊണ്ട് കേറി ബ്ലോക്ക് ചെയ്യും. ചെറിയ കുട്ടി ആദ്യമേ പഠിക്കും, സ്ലോ പഠിക്കും, പിന്നെ ഫാസ്റ്റാണ്. എത്ര ഫാസ്റ്റ് ചെയ്യാൻ പറ്റും? പോരാ. വിളിച്ചത് സദാ പഞ്ച് അല്ലെങ്കിൽ കിക്ക് അല്ലെങ്കിൽ ബ്ലോക്ക്, ഇത് മൂന്നും കൂടിയതാണ് കരാട്ടെ. കരാട്ടയുടെ ഫൈനൽ രൂപമാണ് കട്ടാസ്. കട്ടാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അറ്റാക്ക്. താങ്ക് യു ചേട്ടാ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. വളരെ ചുരുക്കം സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നു. മോളെ പറ്റി എല്ലാം നല്ല കമൻസ് ആണ്, വളരെ നല്ല കമൻസ്. മോളെ ഹായ്. സാറിന്റെ മോള് കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? മോള് കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് കുറച്ചൊരു ബ്രേക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക, ഇതേപോലുള്ള കലകൾ നമ്മൾ ഗായത്രി പഠിച്ചതുപോലെ എല്ലാ ലേഡീസിനും പഠിക്കേണ്ടതാണ്. പഠിക്കാൻ ഇപ്പോഴുള്ള കാലഘട്ടം അനുസരിച്ച് ലേഡീസ് എല്ലാം പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്.